ഒഡീഷയിൽ അങ്കുളിലെ മാതാ അമൃതാനന്ദമയി മഠത്തിനു കീഴിൽ നൈപുണ്യ പരിശീലനത്തിനായി JSS സെന്റർ പ്രവർത്തനം തുടങ്ങി. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന യുവജന, ആദിവാസി, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നായി 440 പേരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഇവരെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് പ്രാപ്തരാക്കുന്നതിനായി തൊഴിൽ വൈദഗ്ധ്യ പരിശീലനവും സംരംഭകത്വത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും നൽകും. ഗുണഭോക്താക്കളുടെ ആവശ്യങ്ങളും കഴിവുകളും കണക്കിലെടുത്തുള്ള വിവിധ കോഴ്സുകളാണ് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ സ്കിൽ ഇന്ത്യ ലഭ്യമാക്കുന്നത്. പ്ലംബിംഗ്, വെൽഡിംഗ്, ഇലക്ട്രീഷ്യൻ, ടെയിലറിംഗ്, ബ്യൂട്ടീഷ്യൻ, ഫുഡ് പ്രോസസ്സിംഗ് തുടങ്ങിയവയിലെ പരിശീലനങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അന്ധകാരത്തിനും അജ്ഞതയ്ക്കുമെതിരെയുള്ള വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി അമൃതപുരയിൽ മഹാശിവരാത്രി ആഘോഷിച്ചു. അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനം, സത്സംഗം, ഭജന എന്നിവയുണ്ടായി. ഒരു ദിവസം നീണ്ടുനിന്ന ആഘോഷങ്ങൾ ആശ്രമവാസികളെയും സന്ദർശകരെയും ഭക്തിയുടെ നിർവൃതിയിലാഴ്ത്തി. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ചടങ്ങുകളും സാംസ്കാരിക പരിപാടികളും നടന്നു. എല്ലാത്തിനും അതീതമായ ഒരു ആത്മസത്തയാണ് ശിവനെന്നും എല്ലാ മംഗളങ്ങൾക്കും ആധാരമായിട്ടുള്ളത് ഈശ്വരനാണെന്നും അമ്മ ശിവരാത്രി സന്ദേശത്തിൽ വ്യക്തമാക്കി. ശിവമെന്നാൽ മംഗളം, പരമമായ സത്യമാണ് പരമമായ മംഗളം. എല്ലാ മംഗളങ്ങൾക്കും ആധാരമായിട്ടുള്ളത് ഈശ്വരനാണ്. ഈശ്വര ഭക്തിയിൽ നിന്നും ഈശ്വര സമർപ്പണത്തിൽ നിന്നും മാത്രമേ നന്മയും ഐശ്വര്യവും ശാന്തിയും ഉണ്ടാവുള്ളൂ. നന്മയ്ക്കും തിന്മയ്ക്കും സത്യത്തിനും അസത്യത്തിനും സൗന്ദര്യത്തിനും വിരൂപതയ്ക്കും എല്ലാം അതീതമായ ഒരാത്മസത്ത, അതാണ് ശിവൻ. ഭജനയുടെ സമാപനത്തിൽ അമ്മ നൃത്തച്ചുവടുകൾ വെച്ചതോടെ ഹാളിൽ ഉണ്ടായിരുന്നവരെല്ലാം ഭക്തിയുടെ പാരമ്യത്തിലേക്കെത്തി. മനുഷ്യന്റെ മായാഭ്രമത്തെ ഭക്തിയിലൂടെ മറികടക്കാനുള്ള സന്ദേശമാണ് ശിവരാത്രി ആഘോഷം നൽകിയത്. യുനെസ്കോയുടെയും ഗ്ലോബൽ പീസ് എഡ്യൂക്കേഷന്റെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ ഫോറമായ ഫെമിന വോക്സ്, വോയിസസ് ഫോർ വിമൻസ് റൈറ്റിന്റെ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിൽ അമ്മ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെ സ്ത്രീക്കും പുരുഷനും സമൂഹത്തിൽ തുല്യമായ പങ്കാണുള്ളതെന്ന് അമ്മ പറഞ്ഞു. ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ സമൂഹത്തിൽ യോജിപ്പുണ്ടാകുകയുള്ളൂ. ഇന്ന് സമൂഹത്തിൽ സ്ത്രീകൾ ഉദ്ബുദ്ധരാണെങ്കിലും പുരുഷന്മാർ ഉണർന്നിട്ടില്ല. സ്ത്രീകൾ സാർവത്രികമായ മാതൃത്വത്തിന്റെ ശക്തിയായി മുന്നോട്ട് വരികയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നും അമ്മ കൂട്ടിച്ചേർത്തു. സ്ത്രീകളുടെ ധർമ്മം മറക്കാതിരിക്കുകയും കർമ്മരംഗങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരു ശക്തിക്കും അവളെ തടുക്കാൻ കഴിയില്ല. ലോകം അവളുടെ മുമ്പിൽ നമിക്കും. പരിവർത്തനം തനിയെ സംഭവിക്കും. അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സമൂഹ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട അവകാശങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നത് പോലെ തന്നെ സ്ത്രീയിൽ അന്തരീനമായിരിക്കുന്ന മാതൃശക്തി ഉണർത്തുന്നതിനും പ്രാധാന്യം നൽകണമെന്ന് അമ്മയ്ക്ക് തോന്നുന്നു. Thank you so much for those very wise and deep words. ഐക്യത്തിന്റെയും മുന്നേറ്റത്തിന്റെയും സന്ദേശവുമായി ആയുധിന്റെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പുതിയ അംഗങ്ങളടക്കം പങ്കെടുത്തു. ബ്രഹ്മചാരിണി നിസീമയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ടീം ബിൽഡിംഗ് പ്രവർത്തനങ്ങൾ, പ്രായോഗിക പരിശീലനം, സ്വീകാര്യത, ദൃഢനിശ്ചയം, വിനയം തുടങ്ങിയ ഗുണങ്ങൾക്കാണ് പ്രധാനമായും ഊന്നൽ നൽകിയത്. മെഡിറ്റേഷൻ പരിശീലനവും ഉണ്ടായിരുന്നു. ആയുധിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി കോർഡിനേറ്റർ അന്വേഷ മുഖർജി വിശദീകരിച്ചു. പുതിയ അംഗങ്ങൾ ആയുധിന്റെ ആശയങ്ങളിലും മൂല്യങ്ങളിലും ഈ സമൂഹത്തിനു വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളിലും സന്തോഷം പ്രകടിപ്പിച്ചു. കൂടുതൽ ഊർജ്ജസ്വലതയോടെയും ആയുധിനൊപ്പം ചേർന്ന് സമൂഹത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയുമാണ് എല്ലാവരും ക്യാമ്പിൽ നിന്ന് മടങ്ങിയത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഹൈദരാബാദിൽ സംഘടിപ്പിച്ച ആഗോള ആത്മീയ മഹോത്സവത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെ അമ്മ സദസ്സിനെ അഭിസംബോധന ചെയ്തു. ലോകത്തിന്റെ ആകെ സൗഖ്യത്തിനും ശാന്തിക്കും സ്നേഹം അനിവാര്യമാണെന്ന് അമ്മ പറഞ്ഞു. അമ്മയെ പ്രതിനിധീകരിച്ച് അമൃത സർവകലാശാലയിൽ നിന്ന് പങ്കെടുത്ത പ്രൊഫസർ ഭവാനി റാവു ആത്മീയതയും ജീവിതവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചും എല്ലാത്തിന്റെയും അടിത്തറയായ കാരുണ്യത്തെപ്പറ്റിയും പ്രഭാഷണം നടത്തി.
Amma says that spirituality begins and ends with compassion. And Sanatana Dharma, we know that creation and creator are not two but one. And the creation is verily the manifest form of the creator. And therefore we must love and serve all by seeing the creator in all of creation. To not serve others and to serve oneself, Amma says, is not life but it's death. ആന്തരിക സമാധാനത്തിൽ നിന്ന് ലോക സമാധാനത്തിലേക്ക് എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് ഹൈദരാബാദിലെ ശ്രീരാമചന്ദ്ര മിഷൻ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ വിവിധ വിശ്വാസ സമൂഹങ്ങളെ പ്രതിനിധീകരിച്ച് 100-ലധികം രാജ്യങ്ങളിൽ നിന്നായി 300-ലധികം നേതാക്കളാണ് പങ്കെടുത്തത്. സമൂഹത്തിന് ആത്മീയ ചിന്തകൾ പകർന്നു കൊടുക്കുന്നതിൽ ഒരു സുപ്രധാന ചുവടുവയ്പായിരുന്നു ഈ സമ്മേളനം. ദാരിദ്ര്യം മൂലമുള്ള വെല്ലുവിളികൾ നേരിടുന്ന മെക്സിക്കോയിലെ ടൊലൂക്കയിലെ റൂറൽ സ്കൂൾ സ്വാമി ദയാമൃതാനന്ദപുരി സന്ദർശിച്ചു. ഈ സ്കൂളിലെ കുട്ടികൾക്ക് പ്രാഥമികമായി ആവശ്യമുള്ളതും പഠനോപകരണങ്ങളും നൽകി അമ്മ ദത്തെടുക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അമേരിക്കയിലെ അമ്മ സെന്ററുകളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന നിലയിൽ സ്വാമിജി എല്ലാ സഹായങ്ങളും അവർക്ക് വാഗ്ദാനം നൽകുകയും ചെയ്തു. മെക്സിക്കോയിലെ കൊനാഫെ സമ്പ്രദായത്തിന്റെ ഭാഗമായ ഈ വിദ്യാലയം വൈദ്യുതി, കുടിവെള്ളം, മലിനജല സംവിധാനങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമായ പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഈ പ്രദേശങ്ങളിലെ കുട്ടികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ആവശ്യങ്ങളെപ്പറ്റി കൊനാഫയുടെ റീജിയണൽ കോർഡിനേറ്റർ ബേ റേ നിസെ ഓൾമോസ് സാഞ്ചസുമായി സ്വാമിജി ചർച്ച ചെയ്തു. മാർഗദർശക് മണ്ഡലം കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശിവപേരൂരിൽ സന്യാസി സംഗമം സംഘടിപ്പിച്ചു. കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ സ്വാമി ചിദാനന്ദപുരി സനാതനധർമ്മത്തിനെതിരായ വെല്ലുവിളികളെയും വിമർശനങ്ങളെയും നേരിടുന്നതിനായി ഹൈന്ദവ സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. മതപരിവർത്തനം, വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയ പ്രശ്നങ്ങൾ മുൻനിർത്തി ഹൈന്ദവ ഐക്യത്തിന്റെ ആവശ്യകതയെപ്പറ്റി സ്വാമി ചിദാനന്ദപുരി ഊന്നി പറഞ്ഞു. സ്വാമി അമൃത സ്വരൂപാനന്ദപുരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഹൈന്ദവ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനും ഹിന്ദു സമൂഹത്തിനുള്ള ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പരിഹരിക്കുന്നതിനുമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായി നടത്തുന്ന 41 ദിവസത്തെ ആചാര്യയാത്രയുടെ പ്രഖ്യാപനവും സ്വാമി ചിദാനന്ദപുരി നടത്തി. വിവിധ ഹൈന്ദവ ആത്മീയാചാര്യന്മാർ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിദ്യാഭ്യാസ കോർപ്പറേറ്റ് മേഖലകളിലുള്ളവർക്കായി ഇന്റഗ്രേറ്റഡ് അമൃത മെഡിറ്റേഷന്റെ IAM ഇന്ത്യയിലുടനീളം പരിശീലന സെഷനുകൾ സംഘടിപ്പിച്ചു. കൊൽക്കത്തയിൽ വിജയഗഡ് ജ്യോതിശ്രേ കോളേജിലും അർബാന NRI കോംപ്ലക്സിലുമായാണ് വിദ്യാർത്ഥികൾക്കും കോർപ്പറേറ്റ് പ്രൊഫഷണലുകൾക്കുമായി പരിപാടി സംഘടിപ്പിച്ചത്. മാനസികാരോഗ്യം, സ്ട്രെസ് മാനേജ്മെന്റ് എന്നിവയെ കേന്ദ്രീകരിച്ചായിരുന്നു പരിശീലനം. കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ഒഡീഷയിലെ ഭുവനേശ്വറിലെ ODM സ്കൂളും അവരുടെ വിദ്യാർത്ഥികളെ IAMൽ ഉൾപ്പെടുത്തി. ഇതിനു പുറമെ പ്രൊഫഷണലുകളിൽ ശ്രദ്ധയും തൊഴിൽ നിപുണതയും വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ അയുധ് പൂനെയും പൂനെയിലെ ഹിഞ്ചവാദി രാജീവ് ഗാന്ധി ഇൻഫോടെക് പാർക്കിലെ ടെക് മഹീന്ദ്രയും യുവ പ്രൊഫഷണലുകൾക്കും സീനിയർ മാനേജർമാർക്കും IAMനെ പറ്റി പരിചയപ്പെടുത്തി. സ്ട്രെസ്സിൽ നിന്നുള്ള മോചനം ഉൾപ്പെടെ വ്യക്തിപരമായും പ്രൊഫഷനുമായി ബന്ധപ്പെട്ടും വളരെ മികച്ച മാറ്റങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പരിശീലനത്തിൽ പങ്കാളികളായവർക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആശ്രമ പരിസരം വർണ്ണഛായങ്ങളാൽ നിറച്ച് അമൃതപുരിയിൽ ഹോളി ആഘോഷിച്ചു. ഭജനയ്ക്ക് ശേഷം വിവിധ നിറങ്ങളിലുള്ള പൊടികളും ചായങ്ങൾ കലക്കിയ വെള്ളവുമായി അമ്മയും ഭക്തർക്കൊപ്പം ഹോളി ആഘോഷത്തിൽ പങ്കുചേർന്നു. ബഹുവർണ്ണങ്ങളാൽ നിറഞ്ഞ ഉത്സവാന്തരീക്ഷത്തിൽ ഭജന ഹാളിൽ പരമ്പരാഗത ബഡുഗ ഗോത്രവർഗ ഗാനം ഉയർന്നപ്പോൾ ഗാനത്തിനൊപ്പം അമ്മ നൃത്തമാടിക്കൊണ്ട് ചുവടുകൾ വെച്ചത് ഭക്തരെ ആനന്ദ നിർവൃതിയിലാഴ്ത്തി. അമ്മയുടെ ദർശനം സമാപിക്കുന്നതുവരെയും ഭക്തർ ആഘോഷങ്ങൾ തുടർന്നു. പരിപാടിയിൽ നേരിട്ട് സന്നിഹിതരായിരുന്നവർക്കും ഓൺലൈനിൽ വീക്ഷിച്ചവർക്കുമെല്ലാം ഊർജ്ജസ്വലതയും സന്തോഷവും പ്രദാനം ചെയ്യുന്നതായിരുന്നു ഹോളി ആഘോഷങ്ങൾ. സിംഗപ്പൂരിലെ ചാങ്കി കോവിൽ 2024 മാർച്ച് 29 മുതൽ 31 വരെ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ പ്രഥമ ഏഷ്യ പസഫിക് സ്പിരിച്വൽ റിട്രീറ്റ് നടന്നു. So this is a message that Amma has sent. Amma specifically asked me to read out for her children from the Asia Pacific region and also from other countries. My darling children, how are you doing?
Amma hopes and prays that you're all healthy and happy. In a world where our planet and people face many challenges, it's not easy to feel happy and peaceful externally. However, our inner peace depends on how we respond to situations in life. ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നും പുറത്തുനിന്നുമായി 500-ലധികം പേരാണ് നേരിട്ടും ഓൺലൈനിലൂടെയും സമ്മേളനത്തിൽ പങ്കാളികളായത്. കാരുണ്യം ഈ കാലഘട്ടത്തിന്റെ ആവശ്യം എന്നതായിരുന്നു സമ്മേളനത്തിന്റെ പ്രമേയം. ചോദ്യോത്തര സെഷനുകളിലും സാംസ്കാരിക പരിപാടികളിലും ഭജനകളിലുമെല്ലാം എല്ലാവരും ഊർജ്ജസ്വലതയോടെ മുഴുകിയപ്പോൾ അമ്മയുടെ ഭക്തർക്കിടയിലെ ഐക്യവും ഊഷ്മളതയുമാണ് പ്രകടമായത്. സമാപന ചടങ്ങിൽ അമ്മ ഓൺലൈനായി ദർശനം നൽകി. ലോകമൊരു കുടുംബമാകുന്ന വസുധൈവ കുടുംബകം എന്ന വീക്ഷണത്തിനായി ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള അമ്മയുടെ വാക്കുകൾ സദസ്സിലുണ്ടായിരുന്നവരെ ആഴത്തിൽ സ്വാധീനിക്കുന്നതായിരുന്നു. അമൃത സർവകലാശാലയുടെ ബംഗളൂരു ക്യാമ്പസിൽ 2 ദിവസത്തെ അമൃത റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ സിംബോസിയം ഫോർ എക്സലൻസ് 2024 എറൈസ് സംഘടിപ്പിച്ചു. ഡോക്ടർ മനീഷ വി രമേശ് ഉദ്ഘാടനം ചെയ്ത സിംബോസിയത്തിൽ സാംസങ് R&D ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ ഡോക്ടർ ആലോക് നാഥ് ദേ, കോണ്ടിനെന്റൽ ഓട്ടോമോട്ടീവ് ടെക്നിക്കൽ സെന്ററിലെ ഡോക്ടർ ലത ചെമ്പക്കൽ എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ നടത്തി. 200ഓളം ഗവേഷകരും അക്കാദമിക് വിദഗ്ധരും സമ്മേളനത്തിൽ പങ്കെടുത്തു. നഗര സാമൂഹിക വികസനം, ആരോഗ്യ സംരക്ഷണം, സുസ്ഥിരത, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തു. വിവിധ മേഖലകളുടെ സഹകരണവും ഗവേഷണ മികവും പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു 2 ദിവസത്തെ സമ്മേളനം. അമൃത യൂണിവേഴ്സിറ്റിയുടെ DST STA ഹബിന്റെ നേതൃത്വത്തിൽ മിസോറാമിലെ ഐസ്വാളിൽ 60 യുവാക്കൾക്കായി ഡിജിറ്റൽ സാക്ഷരതയെയും സുരക്ഷയെയും കുറിച്ച് ശില്പശാല സംഘടിപ്പിച്ചു. ഈ പ്രദേശത്ത് താമസിക്കുന്നവരിൽ ഏറെയും ഗോത്രവർഗക്കാരാണ്. മാർച്ച് 17 നടന്ന ശില്പശാലയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ, ഗെയിം അഡിക്ഷൻ, സൈബർ രംഗത്തെ ഭീഷണികൾ എന്നിവയെപ്പറ്റി ചർച്ച ചെയ്തു. യുവാക്കളിൽ ഓൺലൈൻ സുരക്ഷാ അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ചർച്ചാ സെഷനുകൾ വളരെ ഉപകാരപ്രദമായിരുന്നു. മിസോറാം സർവകലാശാലയുമായി സഹകരിച്ച് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ധനസഹായത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മിസോറാമിലെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ നൈപുണ്യ വികസനത്തിലൂടെ സുസ്ഥിരമായ ഉപജീവനമാർഗം സൃഷ്ടിക്കുകയെന്നതും ശില്പശാലയുടെ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. ഇവിടെ സാക്ഷരതാ നിരക്ക് ഉയർന്നതാണെങ്കിലും തൊഴിലില്ലാത്തവരുടെ എണ്ണം കൂടുന്നതും യുവാക്കളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതും ആശങ്കയുണ്ടാക്കുന്ന വസ്തുതകളാണ്. ഭുവനേശ്വറിൽ 2024 മാർച്ച് 18-19 തീയതികളിലായി നടന്ന യുനെസ്കോ അധ്യക്ഷരുടെ സമ്മേളനത്തിൽ അമൃത സർവകലാശാലയിലെ പ്രൊഫസർമാരായ ഡോക്ടർ മനീഷ രമേശും ഡോക്ടർ ഭവാനി റാവുവും പങ്കെടുത്തു. ദക്ഷിണേഷ്യയിലെ 16 യുനെസ്കോ അധ്യക്ഷർ പങ്കെടുത്ത സമ്മേളനം ഗവേഷണ സഹകരണം, വിദ്യാഭ്യാസ സംരംഭങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. സുസ്ഥിര വികസനത്തിനായുള്ള അമൃതയുടെ പഠനങ്ങളെക്കുറിച്ചും ഗവേഷണങ്ങളെക്കുറിച്ചും ഡോക്ടർ മനീഷ വി രമേശും ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവയെപ്പറ്റിയുള്ള ഉൾക്കാഴ്ചകളെപ്പറ്റി ഡോക്ടർ ഭവാനി റാവുവും സമ്മേളനത്തിൽ വിശദീകരിച്ചു. സാമൂഹ്യ വികസന വിദ്യാഭ്യാസ പരിപോഷണ രംഗത്ത് യുനെസ്കോ അധ്യക്ഷരുടെ സംഭാവനകൾ എടുത്തു കാണിക്കുന്നതായിരുന്നു സമ്മേളനത്തിലെ വിവിധ സെഷനുകൾ. കൊച്ചി അമൃത കോളേജ് ഓഫ് നഴ്സിംഗിൽ പുതിയ റിസർച്ച് സെല്ലിന്റെയും ഇന്നൊവേഷൻ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും ഉദ്ഘാടനം സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി നിർവഹിച്ചു. നിസ്വാർത്ഥതയുടെ മൂല്യങ്ങളെക്കുറിച്ചും മറ്റുള്ളവർക്ക് സഹായമാകുന്ന ഗവേഷണങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും സ്വാമിജി ഓർമ്മിപ്പിച്ചു. അമൃത കോളേജ് ഓഫ് നഴ്സിംഗിലെ അധ്യാപകർ ചേർന്ന് രചിച്ച കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഇൻ ഫോറൻസിക് നഴ്സിംഗ് പ്രാക്ടീസസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും സ്വാമിജി ചടങ്ങിൽ നിർവഹിച്ചു. അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ പ്രൊവോസ്റ്റ് ഡോക്ടർ പ്രേം നായർ, റിസർച്ച് ഡീൻ ഡോക്ടർ DM വാസുദേവൻ, നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT മോളി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അമൃത സ്കൂൾ ഓഫ് മെഡിസിനിൽ 18ാമത് ബിരുദദാന ചടങ്ങിൽ തമിഴ്നാട് ഗവർണർ RN രവി മുഖ്യാതിഥിയായിരുന്നു. പല സാഹചര്യങ്ങളിലൂടെയും കടന്നുപോകേണ്ടി വരുന്നവരാണ് ഡോക്ടർമാരെന്നും
ഭാരതത്തിന്റെ നിർണായകമായ യാത്രയിൽ ഡോക്ടർമാരുടെ പങ്ക് വളരെ വലുതാണെന്നും തമിഴ്നാട് ഗവർണർ പറഞ്ഞു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ പ്രതീക്ഷ വിദ്യാർത്ഥികളിലാണെന്ന് അമ്മ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ഇച്ഛാശക്തി, അറിവ്, കർമ്മശേഷി എന്നീ 3 ഘടകങ്ങൾ ജീവിത വിജയത്തിന് ആവശ്യമാണെന്ന് ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. 98 വിദ്യാർത്ഥികളാണ് ചടങ്ങിൽ MBBS സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങിയത്. അസമിലെ ഗുവാഹത്തിയിൽ നടന്ന ചടങ്ങിൽ അമൃത സർവകലാശാലയും നോർത്ത് ഈസ്റ്റ് സെന്റർ ഫോർ ടെക്നോളജി ആപ്ലിക്കേഷൻ ആൻഡ് റീച്ചും നെക്ടർ തമ്മിൽ സുപ്രധാന ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വടക്കു കിഴക്കൻ മേഖലകളിൽ ഗവേഷണം, സുസ്ഥിര വികസനം തുടങ്ങിയവ ശക്തിപ്പെടുത്തുകയാണ് സഹകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വടക്കു കിഴക്കൻ മേഖലകളിൽ സുസ്ഥിര പുരോഗതിക്കായി പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്താനുള്ള സുപ്രധാനമായൊരു ചുവടുവയ്പ്പാണ് ഈ പങ്കാളിത്തം. അമൃത വിശ്വവിദ്യാപീഠം ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ, അമൃത ഹോസ്പിറ്റൽ ഫരീദാബാദിന്റെ CMO റാം ഗണപതി എന്നിവർ ടൈംസ് നൗവിന്റെ ഇന്ത്യ അൺസ്റ്റോപ്പബിൾ ഉച്ചകോടിയിൽ മുഖ്യപ്രഭാഷകരായി. And AI and big data, cloud computing, and especially AI has, what shall I say, invaded practically in every field that we know. Whether it is in health, in automation, in technologies, in materials, and everything that we know. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ്, OYO CEO-യും വ്യവസായിയുമായ റിതേഷ് അഗർവാൾ, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പീയൂഷ് വേദപ്രകാശ് ഗോയൽ തുടങ്ങിയവരും ചടങ്ങിൽ പ്രഭാഷണങ്ങൾ നടത്തി. കൊച്ചി അമൃത ആശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പന്തളം മാതാ അമൃതാനന്ദമയി മഠത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, പീഡിയാട്രിക്സ്, ഒഫ്താൽമോളജി, ഡെർമറ്റോളജി, ഓർത്തോപീഡിക്സ്, കാർഡിയോളജി, ENT, ഗൈനക്കോളജി, ഡെന്റൽ വിഭാഗങ്ങളുടെ സേവനം ക്യാമ്പിലുണ്ടായിരുന്നു. സൗജന്യ ചികിത്സയ്ക്ക് പുറമെ ECG, എക്കോ, എക്സ്റേ തുടങ്ങിയ പരിശോധനകളും സൗജന്യമായി ലഭ്യമാക്കി. 1300 പേർ ക്യാമ്പിൽ പങ്കാളികളായി. മരണാനന്തര അവയവദാനത്തിലൂടെ തങ്ങളുടെ പ്രിയപ്പെട്ട സാരംഗിന്റെ കൈകൾ ലഭിച്ച ഷിഫിൻ ഫ്രാൻസിസ് എന്ന യുവാവിനെ കാണാൻ സാരംഗിന്റെ കുടുംബം അമൃത ആശുപത്രിയിലെത്തി. അവയവദാനം എന്ന മഹാസന്ദേശത്തിന്റെ പ്രസക്തി മുമ്പത്തേക്കാളും വർദ്ധിച്ചു വരുമ്പോഴാണ് സാരംഗ് നമ്മുടെ മുമ്പിൽ മാതൃകയുടെ ഒരു ചിത്രം വരച്ചു മറയുന്നത്. ഈ സന്ദേശം യാഥാർത്ഥ്യമാക്കിയ സാരംഗിൻ്റെ അമ്മയോടും അച്ഛനോടുമുള്ള നാടിൻ്റെ നന്ദിക്ക് അത്രമേൽക്ക് ആഴമുണ്ട്. സാരംഗിന് ഏറെ ഇഷ്ടമായിരുന്ന ഫുട്ബോൾ സാരംഗിന്റെ അച്ഛൻ ഷിഫിന് നൽകിയപ്പോൾ കണ്ടുനിന്നവരുടെയെല്ലാം കണ്ണുകൾ നന്മയുടെ നനവറിഞ്ഞു. തനിക്ക് പുതിയൊരു ജീവിതം സമ്മാനിച്ച ആ കുടുംബത്തിനോടുള്ള നന്ദി സൂചകമായി താൻ സാരംഗിന്റെ ഫോട്ടോയും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ഷിഫിൻ ആ മാതാപിതാക്കൾക്ക് സമ്മാനിച്ചു. 2023 മെയ് മാസത്തിലാണ് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ സാരംഗിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. തുടർന്ന് മരണാനന്തര അവയവദാനത്തിലൂടെ 6 പേർക്ക് പുതിയ ജീവിതം ലഭിക്കുകയായിരുന്നു. അമൃത ആശുപത്രിയിൽ 60ഓളം പേർ അടങ്ങുന്ന മെഡിക്കൽ സംഘമാണ് 14ാമത്തെ കൈമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. വീടുകളിലെത്തി സാമ്പിളുകൾ ശേഖരിക്കുന്നതുൾപ്പെടെ എല്ലാ ലബോറട്ടറി സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലിനിക്കൽ ലബോറട്ടറി അമൃത സ്മാർട്ട് ഐ ലാബ് ഫരീദാബാദിലെ അമൃത ഹോസ്പിറ്റലിൽ ആരംഭിച്ചു. ഓട്ടോമേറ്റഡ് റോബോട്ടിക് സിസ്റ്റം പരിശോധനകൾക്ക് കൃത്യതയും കാര്യക്ഷമതയും ഉറപ്പുതരുന്നു. NABL അംഗീകാരത്തോടെയുള്ള ഈ ലാബ് രോഗികൾക്ക് ഏറെ സൗകര്യപ്രദമായ ഹോം സാമ്പിൾ ശേഖരണവും വാഗ്ദാനം ചെയ്യുന്നു. തെറ്റുകളില്ലാതെ കൃത്യത ഉറപ്പാക്കുന്നതിനായി AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് മുഴുവൻ സമയവും ലാബ് പ്രവർത്തിക്കുന്നത്. ഡോക്ടർ സഞ്ജീവ് കെ സിംഗ്, ഡോക്ടർ അനുഭവ് പാണ്ഡെ എന്നിവർ ആരോഗ്യ സംരക്ഷണ രംഗത്ത് ലാബിന്റെ പ്രതിബദ്ധതയെപ്പറ്റി വിശദീകരിച്ചു. സ്ത്രീകളിലെ സ്തനാർബുദ നിർണയത്തിനായി ആദ്യത്തെ മൊബൈൽ മാമോഗ്രഫി ക്ലിനിക് ഫരീദാബാദ് അമൃത ആശുപത്രിയിൽ അനാച്ഛാദനം ചെയ്തു. ഫരീദാബാദിലെയും സമീപ പ്രദേശങ്ങളിലെയും സ്ത്രീകൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന ഈ മൊബൈൽ യൂണിറ്റ് നൂതന മാമോഗ്രഫി സേവനങ്ങൾ നേരിട്ട് സമൂഹത്തിൽ എത്തിക്കുന്നതിനും നേരത്തെയുള്ള സ്തനാർബുദ നിർണയവും ചികിത്സയും പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്.
സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണവും ക്ഷേമവും മെച്ചപ്പെടുത്തുന്നതിൽ ക്ലിനിക്കിന്റെ പങ്കിനെപ്പറ്റി സ്വാമി നിജാമൃതാനന്ദപുരി വിശദീകരിച്ചു. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സജ്ജീകരിച്ചിരിക്കുന്ന ക്ലിനിക് രോഗികളുടെ സൗകര്യങ്ങൾക്കും സ്വകാര്യതയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ളതാണ്. സ്തനാരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം സമൂഹത്തിന് നൽകാനും ഈ ക്ലിനിക്കിലൂടെ ലക്ഷ്യമിടുന്നു. കൊച്ചി അമൃത ആശുപത്രി കൊച്ചിൻ ഷിപ്പ്യാർഡുമായി സഹകരിച്ച് ആൻഡമാൻ ദ്വീപുകളിൽ സൗജന്യ പീഡിയാട്രിക് കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗുരുതരമായ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്കായി പോർട്ട് ബ്ലെയറിലുള്ള അമൃത ഹെൽത്ത് സെന്ററിൽ സംഘടിപ്പിച്ച ക്യാമ്പിന് പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗത്തിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘം നേതൃത്വം നൽകി. ക്യാമ്പിലെത്തിയ 35 കുട്ടികളിൽ ശസ്ത്രക്രിയയോ മറ്റ് തുടർ ചികിത്സകളോ ആവശ്യമായ 10 കുട്ടികൾക്ക് കൊച്ചി അമൃത ആശുപത്രിയിൽ സൗജന്യമായി ചികിത്സ ലഭ്യമാക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ ചീഫ് സെക്രട്ടറി ശ്രീ കേശവ് ചന്ദ്ര ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ സുജ ആന്റണി മുഖ്യാതിഥിയായി. ഫരീദാബാദിലും കൊച്ചിയിലും വിവിധ പരിപാടികളോടെ അമൃത ആശുപത്രി ലോക ഗ്ലോക്കോമ വാരം ആചരിച്ചു. ഗ്ലോക്കോമയെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഫരീദാബാദിൽ ഒമാക്സ് വേൾഡ് സ്ട്രീറ്റിൽ നടന്ന വാക്കത്തോണിൽ 250-ലധികം പേർ പങ്കെടുത്തു. വാക്കത്തോണിനും തുടർന്ന് നടത്തിയ രോഗനിർണയ പരിശോധനാ ക്യാമ്പിനും മുതിർന്ന മെഡിക്കൽ പ്രൊഫഷണലുകൾ നേതൃത്വം നൽകി. കൊച്ചിയിൽ ഗ്ലോക്കോമ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഒഫ്താൽമോളജി വിഭാഗം വിവിധ പരിപാടികൾ നടത്തി. ഡോക്ടർ ഗോപാലസ് പിള്ളയുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ വാക്കത്തോണും ഗ്ലോക്കോമ ബോധവൽക്കരണ സന്ദേശവുമായി ലഘുനാടകവും സംഘടിപ്പിച്ചു. രണ്ടിടത്തും പൊതുജനങ്ങൾക്കായി സൗജന്യ ഗ്ലോക്കോമ പരിശോധനയും ലഭ്യമാക്കിയിരുന്നു. സലൈവറി ഗ്ലാൻഡ് തകരാറുകൾക്കുള്ള അത്യാധുനിക സയൽ എൻഡോസ്കോപ്പി സംവിധാനം ഉൾപ്പെടെ സജ്ജമാക്കി കൊച്ചി അമൃത ആശുപത്രിയിൽ സലൈവറി ഗ്ലാൻഡ് തകരാറുകൾക്കുള്ള പ്രത്യേക സെന്റർ ആരംഭിച്ചു. സയൽ എൻഡോസ്കോപ്പിയിലൂടെ ട്യൂമർ ഒഴികെയുള്ള അവസ്ഥകളിൽ സലൈവറി ഗ്ലാൻഡ് നീക്കം ചെയ്യാതെ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാനാകും. ഡോക്ടർ ബിനി ഫൈസലാണ് പുതിയ സെന്ററിന് നേതൃത്വം നൽകുന്നത്. സലൈവറി ഗ്ലാൻഡ് സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സലൈവറി ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് 2 ദിവസത്തെ ശില്പശാലയും സംഘടിപ്പിച്ചു. വിവിധ മൾട്ടി സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുടെ സേവനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് കൊച്ചി അമൃത ആശുപത്രിയിൽ സ്ത്രീകൾക്കായി പ്രതീക്ഷ ക്ലിനിക് ആരംഭിച്ചു. JB മേത്തർ MP ഉദ്ഘാടനം നിർവഹിച്ചു. പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഷീല നമ്പ്യാർ മുഖ്യപ്രഭാഷണം നടത്തി. Celebrate the inauguration of this Pradiksha, exclusively a women's clinic by Amrita Institute of Medical Sciences, an institute which has crossed 25 years of service, giving world-class medical treatment. സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യ സംരക്ഷണത്തെപ്പറ്റി ചർച്ചയും സംഘടിപ്പിച്ചു. കാർഡിയോളജി, എൻഡോക്രൈനോളജി, സൈക്കാട്രി തുടങ്ങിയ മൾട്ടി സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുടെ സേവനം ക്ലിനിക്കിൽ ലഭ്യമാണ്. 2 വർഷം മുമ്പ് വൈദ്യുതാഘാതമേറ്റ് 2 കൈകളും നഷ്ടമായ മധ്യപ്രദേശ് സ്വദേശിനിയായ നിധി നായക് 23 വയസ്സ് കൊച്ചി അമൃത ആശുപത്രിയിലെ 15ാമത്തെ കൈമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിലൂടെ 2 കൈകളുമായി ആശുപത്രിയിൽ നിന്ന് മടങ്ങി. थोड़ा सा हो पाया, दीदी ने बताया कि पॉसिबल है, हैंड ट्रांसप्लांट है और तुम पहले जैसी हो जाओगी. फिर हम यहाँ आए, फिर केरल कोची. शब्द नहीं है सर, मैं बता नहीं पा रही, मेरे पास वर्ड्स नहीं है बोलने के लिए, लेकिन इस सेकेंड जो लाइफ मिली है पहले जैसे बिल्कुल नहीं है. इस थिंकिंग बहुत ज़्यादा चेंज हुई, करने के लिए बहुत कुछ सीखा कि आगे क्या करना है लाइफ में, और ये भी समझ आया कि पहले क्या कर रही थी मैं और अब क्या करना है. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച തൃശൂർ മാള സ്വദേശി ജുവൽ ജോഷിയുടെ കൈകളാണ് മരണാനന്തര അവയവദാനത്തിലൂടെ നിധിയിലേക്ക് എത്തിയത്. 2 കൈകളും തിരിച്ചു തന്ന് തനിക്ക് പുതിയൊരു ജീവിതം സമ്മാനിച്ച അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും നന്ദി പറഞ്ഞാണ് നിധി ആശുപത്രിയിൽ നിന്ന് മടങ്ങിയത്. इधर का जो हॉस्पिटल स्टाफ ये इतना अच्छा था कि लगा ही नहीं कि 52 डेज कैसे कंप्लीट हो गए. कल से लगा कि अब घर जाना है. ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ഹരിയാന സർക്കാരുമായി സഹകരിച്ച് ഫരീദാബാദിലെ അമൃത ആശുപത്രിയിൽ NTB അലയൻസ് ക്യാമ്പയിൻ ആരംഭിച്ചു. 2025ഓടെ രാജ്യത്ത് ക്ഷയരോഗം തുടച്ചു നീക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അമൃത എന്റെ ക്ഷയരോഗ വിമുക്ത ഗ്രാമങ്ങൾ പദ്ധതിയിലൂടെ
രാജ്യവ്യാപകമായി 100 ഗ്രാമങ്ങളിൽ ക്ഷയരോഗ ബോധവൽക്കരണം നടപ്പാക്കുക, ക്ഷയരോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക എന്നിവയും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. നേരത്തെയുള്ള രോഗനിർണയം, ചികിത്സയും പരിചരണവും തുടങ്ങിയ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ആഗോളതലത്തിലെ ക്ഷയരോഗബാധിതരുടെ 28% ഇന്ത്യയിലായതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സാമ്പത്തിക മേഖലകളിലുണ്ടാകുന്ന ആഘാതങ്ങളെ വിലയിരുത്തുന്നതിനുള്ള നിർണായകമായ ഒരു ചുവടുവയ്പ്പാണിത്.